നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. വേറെ വാർത്തകളുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം, തോൽവി അത് സമ്മതിച്ചു തരാൻ ഇനിയും CPM തയ്യാറായിട്ടില്ല. എന്താണ് അതിന് പിന്നിൽ എന്ന കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും അത് അങ്ങ് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന വിലയിരുത്തലുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഒടുവിൽ CPM എന്നാണ് അറിയാനാവുന്നത്. നേതാക്കൾക്കെതിരെ നടപടിയില്ലാത്തത് തെറ്റിദ്ധാരണയുണ്ടാക്കിയെന്നൊക്കെ സംസ്ഥാന സമിതിയിലൊക്കെ വലിയ തോതിൽ വിമർശനം ഉയർന്നു എന്ന തരത്തിലും വിവരങ്ങൾ വരുന്നുണ്ട്. മറ്റൊന്ന്, റഷ്യ-യുക്രൈൻ യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. സമാധാന ചർച്ചകളിൽ നിർണായക പുരോഗതി എന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. ട്രംപ് മുമ്പും ഇത്തരത്തിലൊക്കെ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും പുടിനുമായി ഫോണിൽ സംസാരിച്ചെന്നും യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്നുമാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ പറയുന്നത്. സുരക്ഷാ ഉറപ്പുകളിൽ ധാരണയായെന്ന് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സെലൻസ്കിയും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് യുദ്ധം അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്കാണ്. സമാധാന ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണെന്ന് തന്നെ വിലയിരുത്തേണ്ടി വരുന്നു. അങ്ങനെ ഒട്ടേറെ വാർത്തകളുള്ള ഒരു ദിവസമാണ് ഇന്ന്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. റഷ്യ-യുക്രൈൻ സമാധാന ചർച്ചകളിൽ നിർണായക പുരോഗതിയെന്ന് ഡൊണാൾഡ് ട്രംപ്. പുടിനുമായി ഫോണിൽ സംസാരിച്ചെന്നും യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്നും ട്രംപ്. സുരക്ഷാ ഉറപ്പുകളിൽ ധാരണയായെന്ന് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്ളാഡിമിർ സെലൻസ്കി. ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന വിലയിരുത്തലിൽ CPM. നേതാക്കൾക്കെതിരെ നടപടിയില്ലാത്തത് തെറ്റിദ്ധാരണയുണ്ടാക്കിയെന്ന് സംസ്ഥാന സമിതി. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി CPI നേതൃയോഗം ഇന്ന്. ഉന്നാവ് ബലാത്സംഗ കേസിലെ പ്രതി കുൽദീപ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരായ അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഹർജി പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. CBI നൽകിയ അപ്പീലും ജാമ്യം നൽകിയതിനെതിരായ പൊതുതാൽപര്യ ഹർജിയും പരിഗണിക്കും. കർണാടകയിലെ കുടിയൊഴിപ്പിക്കൽ വിവാദത്തിൽ പ്രശ്നപരിഹാരം തേടി സർക്കാർ. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം. പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചേക്കും. വിയൂർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും കുറ്റവാളി ബാലമുരുകനെ പിടികൂടി. പിടിയിലായത് തമിഴ്നാട് പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ. T20 പരമ്പരയിലെ 4ാം മത്സരത്തിൽ ഗംഭീര വിജയവുമായി ഇന്ത്യൻ വനിതകൾ. ശ്രീലങ്കയെ തോൽപ്പിച്ചത് 30 റൺസിന്. കാര്യവട്ടത്ത് പറന്നത് 221 റൺസിന്റെ റെക്കോർഡ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 10,000 റൺസ് നേടുന്ന 4ാമത്തെ വനിതയായി സ്മൃതി മന്ദാന. തുടർച്ചയായ 3ാം അർദ്ധ സെഞ്ചുറിയുമായി ഷെഫാലി വർമ്മയും. റഷ്യ-യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഫോണിൽ വിളിച്ച് ചർച്ച നടത്തി. 20 സമാധാന പദ്ധതിയിൽ പുരോഗതിയുണ്ടെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപും സെലൻസ്കിയും വ്യക്തമാക്കി. ജനുവരിയിൽ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച വീണ്ടും നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 3 വർഷത്തോളമായി തുടരുന്ന റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത് നടത്തുന്ന നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച. ഫ്ലോറിഡയിലെ മാറൈലാഗോയിലുള്ള ട്രംപിന്റെ റിസോർട്ടിലായിരുന്നു കൂടിക്കാഴ്ച. ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തുവന്നത് ആശ്വാസകരമായ വാർത്ത. 20 സമാധാന പദ്ധതിയിൽ പുരോഗതിയുണ്ട് എന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളുടെയും പ്രതികരണം. സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ട്രംപ് ഫോണിൽ വിളിച്ച് ചർച്ച നടത്തി. പുടിനുമായി ഫോണിൽ സംസാരിച്ചുവെന്നും റഷ്യ-യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു. മികച്ച സംഭാഷണമായിരുന്നുവെന്ന് ട്രംപും ഫലപ്രദമായ ചർച്ചയാണ് നടന്നതെന്ന് റഷ്യയും പ്രതികരിച്ചു. സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് ട്രംപും പുടിനും തമ്മിൽ ഫോണിൽ ചർച്ച നടത്തിയത്. കീവിലേക്ക് റഷ്യ ആക്രമണ പരമ്പര തുടരവെയാണ് പുടിനുമായി സംസാരിച്ചെന്ന് ട്രംപ് വ്യക്തമാക്കുന്നത്. 20 സമാധാന പദ്ധതിയിൽ മേൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടന്ന ചർച്ചയിലും മികച്ച പുരോഗതി കൈവരിക്കാനായെന്ന് ട്രംപ് പറഞ്ഞു. ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് സെലൻസ്കിയും വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവർത്തിച്ച സെലൻസ്കി തുടർ ചർച്ചകൾക്ക് സന്നദ്ധനെന്നും വ്യക്തമാക്കുന്നു. വമ്പൻ പ്രഖ്യാപനങ്ങളില്ല എങ്കിലും യുദ്ധം ഇനി അധികകാലം നീളില്ല എന്നാണ് ട്രംപിന്റെ അവകാശവാദം. 20 സമാധാന പദ്ധതി അംഗീകരിക്കപ്പെടുന്നതിൽ
പ്രധാന തടസ്സം പിടിച്ചെടുത്ത ഭൂമിയെ ചൊല്ലി ധാരണ ആകാത്തതാണെന്നും ട്രംപ് പറയുന്നു. എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്തു. ഒന്നോ രണ്ടോ സങ്കീർണമായ പ്രശ്നങ്ങൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. എന്നാൽ അതും പരിഹരിക്കപ്പെടുമെന്നും ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. അതേസമയം ജനുവരിയിൽ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച വീണ്ടും നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന വിലയിരുത്തലിൽ CPM. നേതാക്കൾക്കെതിരെ നടപടിയില്ലാത്തത് തെറ്റിദ്ധാരണയുണ്ടാക്കിയെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന സമിതി. ഭരണവിരുദ്ധ വികാരമില്ലെന്നാണ് പക്ഷേ വിലയിരുത്തപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി CPI നേതൃയോഗവും ഇന്ന് ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അൽഫ്രഡ് ഡിസൂസ ചേരുകയാണ്. അൽഫ്രഡ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം അത് സമ്മതിച്ചു തരാൻ തയ്യാറായിരുന്നില്ല CPM. അതിനു പിന്നിൽ ശബരിമല സ്വർണ്ണക്കൊള്ള അതുണ്ടാക്കിയ ആ ഒരു CPMനെതിരെ വന്ന വികാരം അതൊന്ന് പറഞ്ഞു നിൽക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വരുന്നത് തെരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചടിയായി, സ്വർണ്ണക്കൊള്ള വലിയ തിരിച്ചടിയായി എന്നൊരു വിലയിരുത്തൽ അതിലെത്തിയിരിക്കുകയാണ് അല്ലേ CPM? തീർച്ചയായും മായ, CPMന്റെ സംസ്ഥാന നേതൃയോഗങ്ങളാണ് നടക്കുന്നത്. ആദ്യ ദിവസം 3 ദിവസമാണ് CPMന്റെ സംസ്ഥാന നേതൃയോഗം. ആദ്യ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി ചേർന്നിരുന്നു. അതിനുശേഷം ഇന്നലെയും ഇന്നുമായി CPMന്റെ സംസ്ഥാന സമിതി യോഗമാണ് ചേരുന്നത്. തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിൽ റിസൾട്ട് വന്ന 2 ദിവസത്തിന് ശേഷം LDF യോഗവും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേർന്നിരുന്നു. വിശദമായ വിലയിരുത്തൽ ആ യോഗങ്ങളിൽ ഉണ്ടായില്ല. പകരം തീരുമാനമെടുത്തത് ഓരോ ഘടകകക്ഷികളും പ്രത്യേകം യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പിന്റെ പരാജയം പഠിക്കുക. അതിനുശേഷം ജനുവരി ആദ്യ വാരത്തിൽ വിപുലമായ ഒരു ഇടതുമുന്നണി യോഗം ചേരണം. ആ യോഗത്തിൽ ഓരോ ഘടകകക്ഷികളും എന്താണോ വിലയിരുത്തുന്നത് അതവിടെ ചർച്ച ചെയ്യുകയും പിന്നീട് മുന്നണി യോഗം ചേർന്ന് എവിടെയാണ് തിരുത്തൽ വരുത്തേണ്ടത് തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകാം. അങ്ങനെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഓരോ ഘടകകക്ഷികളും പ്രത്യേകമായി അവരവരുടെ പാർട്ടി യോഗങ്ങൾ ചേരുകയാണ്. അതിന്റെ ഭാഗമായാണ് CPMന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ ഈ 3 ദിവസങ്ങളിൽ ചേർന്നത്. അതിന്റെ അവസാനത്തെ യോഗമാണ് ഇന്ന് സംസ്ഥാന സമിതി. ഇന്നലെയും സംസ്ഥാന സമിതി യോഗമാണ് ചേർന്നത്. ആദ്യം സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു ആദ്യ ദിവസം. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നമുക്കറിയാം CPMന്റെ ഏറ്റവും ഉന്നത ബോഡിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സെക്രട്ടേറിയറ്റിൽ വലിയ രീതിയിൽ വിലയിരുത്തലുകൾ, അതായത് ഓരോരോ വിഷയങ്ങളായി എടുത്തുള്ള സൂക്ഷ്മമായൊരു വിലയിരുത്തൽ ഉണ്ടായില്ല. ഏറെക്കുറെ ചില ചർച്ചകൾ അവിടെ നടന്നിരുന്നു. അതിനുശേഷം സംസ്ഥാന സമിതി യോഗം ഇന്നലെയും ഇന്നും ചേരുന്നു. സംസ്ഥാന സമിതി യോഗം ആദ്യ ദിവസമായി ഇന്നലെ ചേർന്നപ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലെയല്ല സംസ്ഥാന സമിതിയിൽ അംഗങ്ങൾ വളരെ കൂടുതലാണ്. അവർ തീർച്ചയായും സെക്രട്ടേറിയറ്റ് പോലെ ആയിരിക്കില്ല സംസ്ഥാന സമിതിയിൽ എല്ലാ അംഗങ്ങളും അഭിപ്രായം വലിയ രീതിയിൽ തന്നെ തുറന്നു പറയുകയും കടുത്ത വിമർശനങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നത് CPMന്റെ സംസ്ഥാന സമിതി യോഗത്തിലാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി ചേരുന്ന സംസ്ഥാന സമിതി യോഗമാണ്. സ്വാഭാവികമായി ഇത്തരത്തിൽ വലിയൊരു തിരിച്ചടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമ്പോൾ സംസ്ഥാന സമിതിയിൽ പങ്കെടുത്ത ഓരോ അംഗങ്ങളും ഓരോരോ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെ വിമർശനം ഉന്നയിക്കുകയും അതേക്കുറിച്ച് പഠിക്കുകയും വേണമെന്ന ആവശ്യമുയർത്തി. അതിലേറ്റവും പ്രധാനം തെരഞ്ഞെടുപ്പിൽ ഏറ്റൊരു പരാജയത്തിന്റെ അല്ലെങ്കിൽ തിരിച്ചടിയുടെ ഒരു പ്രധാന കാരണമായി ശബരിമല വിഷയം ഉണ്ടായി എന്ന് തന്നെയാണ് അംഗങ്ങൾ അഭിപ്രായപ്പെടുകയും വിലയിരുത്തലുകളും നടത്തിയത്. അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം വളരെ സൂക്ഷ്മമായി അല്ലെങ്കിൽ സുതാര്യമായും അന്വേഷണത്തിൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന അർത്ഥം വരുന്ന അല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടായിട്ടില്ല. കാരണം CPMലെ മുതിർന്ന അംഗങ്ങൾ, അതായത് മുൻ MLA അടക്കമുള്ളവരും CPM അനുഭാവികളായവരും ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരൊക്കെ തന്നെയും ആരോപണ വിധേയരായി പ്രതിസ്ഥാനത്താകുന്നു. അവരൊക്കെ ജുഡീഷ്യൽ കസ്റ്റഡിയിലുമാകുന്നു. ഇതൊക്കെ തന്നെ ഈ സർക്കാർ സുതാര്യമായി തന്നെയാണ് അന്വേഷണം നടക്കുന്നത് എന്നതിന് തെളിവ് തന്നെയാണ്. പക്ഷേ ഇതൊന്നും ജനങ്ങളിലെ ബോധ്യപ്പെടുത്താൻ സർക്കാരിനോ പാർട്ടിക്കോ കഴിയാതെ പോയി. എന്തുകൊണ്ടാണ് ഈ അന്വേഷണം ശക്തമായൊരു അന്വേഷണമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ സുതാര്യമായ സർക്കാരിന്റെ ഒരു ഇടപെടലൊന്നും ഉണ്ടായില്ല എന്നത് വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയത്? അതിന്റെ പ്രധാന കാരണമായി സംസ്ഥാന സമിതി അംഗങ്ങൾ പറയുന്നത് ഈ അംഗങ്ങൾ ഈ പ്രതിസ്ഥാനത്തായവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ അത്തരം നടപടികളൊന്നും തന്നെ എടുത്തില്ല. അവിടെ കാലതാമസവും വീഴ്ചയും ഉണ്ടായി. ഇതൊക്കെ തന്നെയും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഒരു ഇടപെടൽ ഉണ്ടായി എന്നൊരു അനാവശ്യമായ ഒരു തെറ്റിദ്ധാരണ വിശ്വാസികൾക്കിടയിലൊക്കെ ഉണ്ടായി. ഇതൊക്കെ തന്നെ പ്രചാരണത്തെ വലിയ രീതിയിൽ ബാധിക്കുകയും തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തു എന്നാണ്
സംസ്ഥാന സമിതിയിലെ അംഗങ്ങൾ പലരും അഭിപ്രായപ്പെട്ടത്. അതോടൊപ്പം പ്രിയംശ്രീയുമായി ബന്ധപ്പെട്ട വിവാദം, ശ്രീയിൽ ഒപ്പിട്ടത് ഒരിക്കലും ഒപ്പിടാൻ പാടില്ലായിരുന്നു എന്ന വിമർശനവും ഈ സംസ്ഥാന സമിതിയിലെ അംഗങ്ങൾ ഉയർത്തുകയുണ്ടായി. അതായത് CPM-ഉം BJP-യും തമ്മിലൊരു അന്തർധാരയുണ്ട് എന്ന് എല്ലാ കാലത്തും UDF-ഉം കോൺഗ്രസും ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിന് ആക്കം കൂട്ടാനും കരുത്തു പകരാനും ശ്രീയിൽ അവസാന നിമിഷം ഒപ്പിടാനൊരു തീരുമാനം കാരണമായി എന്നാണ് സംസ്ഥാന സമിതിയിൽ പങ്കെടുത്ത അംഗങ്ങൾ ഓരോരുത്തരും വിമർശിച്ചത്. മാത്രവുമല്ല, ഈ പ്രചാരണ സമയത്തുടനീളം തന്നെയും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയകളും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ തന്നെയും പ്രതിപക്ഷം, അതായത് UDF-ഉം BJP-യും ഒക്കെ സർക്കാരിനും പാർട്ടിക്കും മുന്നണിക്കുമെതിരെ ഓരോ വിഷയങ്ങൾ ഉയർത്തി കാട്ടിയപ്പോൾ CPM-ന്റെ IT സെല്ല് നിർജീവമായിരുന്നു. വേണ്ട രീതിയിൽ CPM-ന്റെ IT സെല്ലിനെ പ്രതിരോധിക്കാൻ വേണ്ട രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വലിയ വിമർശനമാണ് CPM സംസ്ഥാന സമിതിയിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ പാരഡി ഗാനങ്ങളൊക്കെ തന്നെയും ഈ പ്രചാരണത്തിന് ഒരു മാസക്കാലം വളരെ വിപുലമായി തന്നെ പ്രചരിച്ചിട്ടും അത് തടയാനോ പ്രതിരോധിക്കാനോ IT സെല്ലിന് കഴിഞ്ഞില്ല. മാത്രവുമല്ല, ഈ വിഷയം ഉയർത്തിക്കാട്ടിയിട്ട് പോലും പല ഘട്ടങ്ങളിൽ പോലും CPM-ന്റെ സോഷ്യൽ മീഡിയ ടീമിനോടും IT സെല്ലിനോടൊക്കെ ഇങ്ങനെ ഒരു ആപത്തുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ രീതിയിൽ തന്നെയുള്ളൊരു വിമർശനം അല്ലെങ്കിൽ പ്രചാരണമോ മറുഭാഗത്ത് നടക്കുന്നു എന്ന് പല ഘട്ടത്തിൽ IT സെല്ലിനോട് പറഞ്ഞിട്ട് പോലും അവർ വേണ്ട രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായില്ല എന്ന കടുത്ത വിമർശനം തന്നെ ഇന്ന് സംസ്ഥാന സമിതിയിൽ ഇന്നലെ ഉണ്ടായി. എന്തായാലും ഇന്ന് അതിന്റെ തുടർച്ചയായി ഇന്നും സംസ്ഥാന സമിതി ചേരുമ്പോൾ അതിൽ നിന്നപ്പുറത്തേക്കുള്ള വിമർശനം പല കോണുകളിൽ നിന്നും ഉണ്ടാകും. അതായത് അൻഫിൽട്ട്, ജനങ്ങൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കി എന്ന തരത്തിൽ വിമർശനങ്ങൾ വന്നിരിക്കുന്നു അല്ലേ? ഈ പത്മകുമാറിനെതിരെയൊക്കെ ഒരു നടപടി ഉണ്ടായില്ല, കുറ്റവാളിയാണ് തെളിയട്ടെ, ആരോപണം മാത്രമല്ലേ ഉള്ളൂ എന്ന തരത്തിലാണ് സംസ്ഥാന സെക്രട്ടറി, മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞിരുന്നത്. ഇതൊക്കെ ജനങ്ങൾ കേൾക്കുന്നുണ്ട്, ഇതൊക്കെ വലിയ തെറ്റിദ്ധാരണയിലേക്ക് എത്തി എന്ന് തന്നെയല്ലേ സംസ്ഥാന സമിതിയിൽ വന്നിരിക്കുന്ന വിമർശനം? തീർച്ചയായും ആ ഒരു വിഷയത്തിൽ നമുക്കറിയാം, സംസ്ഥാന സമിതി ആകുമ്പോൾ അംഗങ്ങൾ ഉറപ്പായും വിമർശനം ഉന്നയിക്കേണ്ട വേദി തന്നെയാണ് CPM സംസ്ഥാന സമിതി. സെക്രട്ടേറിയറ്റ് പോലെയല്ല. പക്ഷേ ഈ സംസ്ഥാന സമിതിയിൽ ഓരോ അംഗങ്ങളും ഉന്നയിക്കുന്ന വിമർശനങ്ങൾ അതേ ഗൗരവത്തോடு തന്നെയാണ് പാർട്ടി നേതൃത്വം കാണുക. കാരണം അതിന്റെ ഒരു കൺക്ലൂഷൻ, അല്ലെങ്കിൽ ഈ രണ്ടാം ദിവസം ഇന്ന് ചേരുമ്പോൾ, അവസാന ദിവസം ഇന്ന് ചേരുമ്പോൾ എന്താണോ സംസ്ഥാന സമിതിയിലെടുത്ത തീരുമാനങ്ങൾ എന്നത് ഉറപ്പായും ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വിശദീകരിക്കും. ഒരു 3 മണിക്കോ 4 മണിക്കോ അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ സംസ്ഥാന സമിതി വലിയ രീതിയിൽ നീണ്ടുപോകാൻ സാധ്യത കാണുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ എന്തായാലും ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുകയും എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് CPM-ന്റെ, കാരണം ഈ ഇടതുമുന്നണി യോഗം ആദ്യ ദിവസം ചേർന്നപ്പോൾ തീരുമാനിച്ചത് ഓരോ ഘടകകക്ഷികളും പ്രത്യേകം യോഗം ചേരുന്നു. അതിൽ ആദ്യം യോഗം ചേരേണ്ടത് CPM-ആണ്. കാരണം മുന്നണി നയിക്കുന്നത് CPM-ആണ്. CPM തൊട്ട് പിന്നാലെ CPI-യും യോഗം ചെയ്യുക. CPM യോഗം ചേരുന്നു. യോഗം ചേർന്നതിന് ശേഷം കൃത്യമായ ഒരു പഠനം, അല്ലെങ്കിൽ എവിടെയാണ് വീഴ്ച, അല്ലെങ്കിൽ ഇനി എന്താണ് ഒരു മാർഗം, ഇനി എങ്ങനെ ഈ 3 മാസം 2026 വളരെ ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി എവിടെ വീഴ്ചകൾ വന്നത്, എവിടെയാണ് തിരുത്തൽ വരുത്തേണ്ടത്, എങ്ങനെ അത് തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകണമെന്ന് ആദ്യം CPM തീരുമാനിക്കട്ടെ. അതിനുശേഷം ഇടതുമുന്നണി യോഗം ചേരുമ്പോൾ മറ്റ് ഘടകകക്ഷികളുടെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകാമെന്നാണ്. സ്വാഭാവികമായി ഇന്നത്തെ ഈ CPM-ന്റെ ഈ 3 ദിവസത്തെ സംസ്ഥാന നേതൃയോഗങ്ങൾ എന്ത് തീരുമാനമെടുത്തു, ഇനി ഇത് എങ്ങനെ മുന്നോട്ട് പോകണം, ആ പഠനങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സംസ്ഥാന സമിതി യോഗം കഴിഞ്ഞതിന് ശേഷം ഇനി എങ്ങനെ വീഴ്ചകൾ പറ്റിയിടത്തുനിന്ന് എങ്ങനെ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നൊരു മാർഗം, അല്ലെങ്കിൽ അത് ഇനി എങ്ങനെ അതിന്റെ പരിഹാര മാർഗം എന്നത് ഇന്ന് CPM സംസ്ഥാന സമിതിയുടെ ഒരു തീരുമാനമുണ്ടാകും. അത് തന്നെ ഇന്ന് MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തെ അദ്ദേഹം വിശദീകരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മായ അൻഫിൽട്ടെ, ഈ സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്ന് ഒടുവിൽ സമ്മതിച്ചിരിക്കുകയാണ്. പക്ഷേ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് സംസ്ഥാനത്ത്. അത് ഇല്ല എന്ന തരത്തിൽ തന്നെയാണ് നേതാക്കളൊക്കെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴൊക്കെ പറഞ്ഞിരുന്നത്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണല്ലേ? അതിൽ സംസ്ഥാന സമിതിയിൽ വിമർശനങ്ങളൊന്നും ഉയർന്നില്ലേ? അതായത് CPM-ന്റെ സംസ്ഥാന നേതൃയോഗം ആദ്യം ചേർന്ന സെക്രട്ടേറിയറ്റ്, സ്വാഭാവികം ആദ്യം ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും. അവിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി, മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്നില്ല. അതിനുശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയ സമയത്താണ് അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ഈ ചോദ്യം ഉയർത്തിയപ്പോൾ, അതായത് ശബരിമലയും ന്യൂനപക്ഷ സമീപനവും, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസ്താവനകളൊന്നും തിരുത്താൻ
മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ തയ്യാറായില്ല. ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രചാരണ വിഷയമായി മാറുകയും തെരഞ്ഞെടുപ്പിൽ ജനവിധിയെ സ്വാധീനിക്കുകയും ചെയ്തു എന്ന രീതിയിൽ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഇത് രണ്ടും തള്ളിയാണ് മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. അതായത് ശബരിമലയൊന്നും തന്നെയും വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ജനവിധി എന്ന് BJPക്ക് പല ഘടകങ്ങളിലും ഉണ്ടായ വോട്ടിന്റെ കണക്കുകളൊക്കെ ചൂണ്ടിക്കാട്ടുന്നു. അതായത് 12 മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് BJPക്ക് ഭരണം നഷ്ടപ്പെട്ടതും അടക്കം കണക്കുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അതിനെ പ്രതിരോധിച്ചത്. അതുപോലെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയൊന്നും സ്വാധീനിച്ചിരുന്നില്ല, അത് ന്യൂനപക്ഷം എതിരായ പ്രസ്താവനയായിരുന്നില്ല. അങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുകയും വിശദീകരിക്കുകയും ചെയ്തത്. സമാന രീതിയിൽ തന്നെയാണ് MV ഗോവിന്ദൻ വാർത്താസമ്മേളനം ആദ്യ ദിനം, അതായത് തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ട് പിന്നാലെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പോലും കണക്കുകൾ നിരത്തിയായിരുന്നു അവർ ആ ജനവിധിയെ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സ്വാധീനിച്ചില്ല എന്ന് വാദിച്ചുകൊണ്ടേയിരുന്നത്. പക്ഷെ ആ കണക്കുകൾ ബാധിച്ചിരിക്കുമ്പോൾ അങ്ങനെ അല്ലായിരുന്നു എന്നാണ് സംസ്ഥാന സമിതിയിലെ ഓരോ അംഗങ്ങളും പങ്കെടുത്തുകൊണ്ട് പറയുകയും ശബരിമല വിഷയം വലിയ രീതിയിൽ വിശ്വാസികളെ ജനവിധിയെ സ്വാധീനിച്ചു എന്ന് പറയുമ്പോൾ ഇനി CPMന്റെ സംസ്ഥാന നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനമായ. ശരി, അൻഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന വിലയിരുത്തലിൽ എത്തിയിരിക്കുന്നു CPM. നേതാക്കൾക്കെതിരെ നടപടിയില്ലാത്തത് വലിയ തെറ്റിദ്ധാരണയുണ്ടാക്കിയെന്നും വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന സമിതിയിൽ. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നാണ് പക്ഷേ ഇപ്പോഴും വിലയിരുത്തപ്പെടുന്നത് സംസ്ഥാന സമിതിയിലടക്കം. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി CPI നേതൃയോഗവും ഇന്ന് ചേരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പഞ്ചലോക വിഗ്രഹക്കടത്തിലെ പങ്കാളിത്തം സംശയിക്കുന്ന ദിണ്ടിഗൽ സ്വദേശി ഡി മണിയെ SIT നാളെ വീണ്ടും ചോദ്യം ചെയ്യും. ഡി മണിക്ക് സിം കാർഡ് എടുത്തു നൽകിയ ബാലമുരുകനെയും നാളെ ചോദ്യം ചെയ്തേക്കും. ഇരുവരെയും ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ നിർണായക വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ദേവിക ചേരുകയാണ്. ദേവിക, ഈ ദിണ്ടിഗൽ സ്വദേശിയായ ഡി മണി, MS മണി എന്നൊക്കെ പറയുന്ന വ്യക്തി, അയാളെ SIT ചോദ്യം ചെയ്താണ്. അയാളുടെ സ്ഥാപനങ്ങളിൽ വീട്ടിലൊക്കെ പോയി റെയ്ഡൊക്കെ നടത്തിയതാണ്. അദ്ദേഹം മാധ്യമങ്ങളോടൊക്കെ, ഈ മണി എന്ന് പറയുന്ന ആൾ മാധ്യമങ്ങളോടൊക്കെ പറയുന്നത് ഈ പറയപ്പെടുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആ മണി ഞാനല്ല, ഞാൻ ഡി മണിയല്ല, MS മണിയാണ്, എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്നൊക്കെ അയാൾ പറഞ്ഞതാണ്. ഇപ്പോൾ അയാളെ വിളിപ്പിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് SIT. എന്താണ് SIT ഉദ്ദേശിക്കുന്നത്? ഇയാൾ തന്നെയാണോ ഈ വ്യവസായി പറഞ്ഞ മണി? അക്കാര്യത്തിലെങ്കിലും SIT ഒരു ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ? മായ, തീർച്ചയായും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പരാമർശിച്ച വ്യവസായിയുടെ മൊഴിയിലെ പ്രധാന കണ്ണിയാണ് ഈ ദിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള ഡി മണി. മായ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കാരണം താൻ ഡി മണിയല്ല MS മണിയാണ് എന്ന കാര്യമാണ് SIT ചോദ്യം ചെയ്യുന്ന വേളയിലും അതിനുശേഷം മാധ്യമങ്ങളോടുമെല്ലാം ഈ വ്യവസായി ആവർത്തിച്ചത്. പക്ഷേ SIT പറയുന്നത് ഈ രമേശ് ചെന്നിത്തല പരാമർശിച്ച വ്യവസായിയോട് ഈ ദിണ്ടിഗൽ സ്വദേശിയായ ഡി മണിയെ ചോദ്യം ചെയ്യുന്ന വേളയിൽ എടുത്ത ഫോട്ടോസ് കാണിച്ചിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തെ തന്നെയാണ് ഇയാൾ ഉദ്ദേശിച്ചത് എന്ന കാര്യം SIT സ്ഥിരീകരിച്ചിട്ടുണ്ട്. പേരിൽ മാത്രമാണ് പിശക് പറ്റിയത്, ശരിയായ വ്യക്തിയെ തന്നെയാണ് തങ്ങൾ ചോദ്യം ചെയ്തത് എന്ന നിലപാടിൽ തന്നെയാണ് SIT ഉറച്ചു നിൽക്കുന്നത്. ഈ ഡി മണിയുടെ ഒരു സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് വളരെ പെട്ടെന്നുള്ളതായിരുന്നു. അത് തന്നെയാണ് SITയിൽ ഒരു ദുരൂഹത അവശേഷിപ്പിക്കുന്നതും ഇത്തരത്തിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും. സാധാരണക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവറായി ജീവിച്ച ഡി മണി എങ്ങനെയാണ് വലിയ നിക്ഷേപങ്ങളുമായി ഒരു ഫിനാൻസ് രംഗത്തേക്ക് കടക്കുന്നത്, റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് കടക്കുന്നത്? അത്രയും വലിയ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ് ഈ മണിക്ക് ലഭിക്കുന്നത് എന്ന കാര്യം തന്നെയാണ് ഏകദേശം ഒരു 6 വർഷത്തിനുള്ളിലാണ് ഒരു പോപ്കോൺ വിൽപ്പനക്കാരനിൽ നിന്നും ഓട്ടോ ഡ്രൈവറിൽ നിന്നും ഈ ഡി മണി ഇത്തരത്തിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തിലേക്ക് കടക്കുന്ന തരത്തിൽ വളർന്നത്. ഈ ഒരു സാമ്പത്തിക വളർച്ചയ്ക്ക് പിന്നിലെ ദുരൂഹത തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘവും അന്വേഷിക്കുന്നത്. ഇയാളുടെ ബാങ്ക് ഇടപാടുകൾ അടക്കം പരിശോധിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് SITയുടെ തീരുമാനം. എന്തായാലും ഇദ്ദേഹത്തെ നാളെ തിരുവനന്തപുരത്ത് ഇഞ്ചിക്കലിലെ SITയുടെ ഓഫീസിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് SIT നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഒരു സിം കാർഡ്, ബാലമുരുകൻ എന്ന് പറയുന്ന സുഹൃത്ത് തനിക്ക് നൽകിയ സിം കാർഡ് ദുരുപയോഗം ചെയ്താണ് തന്നെ ഈ കേസിൽ കുടുക്കിയത് എന്നൊരു വാദമാണ് ഇയാൾ ഉന്നയിക്കുന്നത്. ഈ ബാലമുരുകനെ അടക്കം ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് SIT തീരുമാനിച്ചിട്ടുള്ളത്. മായ ാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പഞ്ചലോക വിഗ്രഹക്കടത്തിലെ പങ്കാളിത്തം സംശയിക്കുന്ന ഡി മണിയെ SIT നാളെ വീണ്ടും ചോദ്യം ചെയ്യും. വിവാദമായതോടെ ബാംഗ്ലൂർ യലഹങ്കയിലെ കുടിയൊഴിപ്പിക്കൽ പ്രശ്നം പരിഹരിക്കാൻ തിരക്കിട്ട നീക്കങ്ങളുമായി കർണാടക സർക്കാർ. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും.
ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും യോഗത്തിൽ പങ്കെടുക്കും. പുനരധിവാസ പാക്കേജ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും ഇന്നുണ്ടാവും. പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്ന് ACC നിർദ്ദേശം നൽകിയിരുന്നു. ബുൾഡോസർ രാജ് എന്ന ആരോപണം ഉയർന്നതോടെ വിഷയം ദേശീയ തലത്തിൽ ചർച്ചയായിരുന്നു. KPCC പ്രസിഡന്റ് കൂടിയായ ബാംഗ്ലൂർ നഗരത്തിന്റെ ചുമതലയുള്ള ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനോട് ACC വിശദീകരണം തേടി. യലഹങ്ക വസീം ലേഔട്ടിലെ ഫക്കീർ കോളനിയും സമീപ പ്രദേശങ്ങളും കഴിഞ്ഞ 18-ന് പുലർച്ചെയാണ് ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റി ഒഴിപ്പിച്ചത്. ഉന്നാവ് ബലാത്സംഗ കേസിലെ പ്രതിയായ BJP മുൻ MLA കുൽദീപ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരായ അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. CBI നൽകിയ അപ്പീലും ജാമ്യം നൽകിയതിനെതിരായ പൊതു താൽപര്യ ഹർജിയുമാണ് കോടതി പരിഗണിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത് ഉണ്ട് ഡൽഹിയിൽ നിന്ന്. പ്രശാന്ത്, സുപ്രീം കോടതി എങ്ങനെയായിരിക്കും ഈ ഹർജി പരിഗണിക്കുക എന്ന് ഉറ്റുനോക്കുകയാണ്. എവരും ഏറെ പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. മായ, ഗുഡ് മോർണിംഗ്. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ സെൻഗാറിന് ജാമ്യം ലഭിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മാത്രമല്ല, ഈ ശിക്ഷ താൽക്കാലികമായി മരവിപ്പിക്കുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് CBI വീണ്ടും അപേക്ഷ നൽകിയത്. പൊതു താൽപര്യ ഹർജിയും സുപ്രീം കോടതിക്ക് മുൻപിലുണ്ട്. ഇന്ന് സാധാരണഗതിയിൽ ഇപ്പോൾ അവധിക്കാല ബെഞ്ചുള്ള സമയമാണ് എങ്കിൽ പോലും ഇന്ന് ബെഞ്ച് കൂടേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ്, അസംബ്ലി ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷേ ഇത്രയും പ്രധാനപ്പെട്ട 2 കേസുകൾ, ഒന്ന് ആരവല്ലിയാണ്, അതോടൊപ്പം തന്നെ ഈ കേസും കൂടി വന്നതോടുകൂടി തന്നെയാണ് ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ തന്നെ ഇന്ന് ബെഞ്ചിരുന്ന ഈ കാര്യങ്ങൾ പരിഗണിക്കാൻ തീരുമാനിച്ചത്. ഇതിൽ എന്ത് നിലപാട് കോടതി എടുക്കുമെന്നുള്ളതാണ്. ഇതുവരെയുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിയായിരിക്കും കോടതിയുടെ ഭാഗത്ത് നിലപാടുകൾ ഉണ്ടാകുക. ഇതിനു മുൻപും സമാനമായ രീതിയിൽ തന്നെ പെൺകുട്ടിക്ക് അനുകൂലമായ ചില നീക്കങ്ങൾ കോടതിയുടെ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ CBI ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ചു എന്നുള്ളതാണ് പ്രധാനമായും പെൺകുട്ടിയുടെ ആരോപണം. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനമായും വ്യക്തമാക്കുന്നത്. CBI ചുമത്തിയ വകുപ്പുകളിൽ പൊതുസേവകൻ എന്ന ഒരു വകുപ്പ് കൂടി ചുമത്തിയിരുന്നു. അതായത് പൊതുസേവകനായതുകൊണ്ട് തന്നെ ഈ ശിക്ഷയ്ക്ക് ഇയാൾ അർഹനാണ്, ഈ ശിക്ഷ വിധിക്കണം എന്നൊക്കെ തന്നെയായിരുന്നു പ്രധാനമായും പറഞ്ഞിരുന്നത്. പക്ഷേ ആ പൊതുസേവകന്റെ പരിധി, അതായത് ഒരു MLA പൊതുസേവകന്റെ പരിധിയിൽ, പബ്ലിക് സർവന്റ് എന്ന പരിധിയിൽ വരില്ല, ആ നിയമം വരില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. മാത്രമല്ല, അത് സാധാരണഗതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ ചുമത്തപ്പെടേണ്ട വകുപ്പുകളാണ്. അതിനപ്പുറത്തേക്ക് പൊതുപ്രവർത്തകൻ പൊതുസേവകനാകില്ല എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിച്ചത്. അക്കാര്യങ്ങൾ കോടതി വിശദമായി പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷാ നടപടികൾ മരവിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. ഏതായാലും അതിശക്തമായ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട ഉയർന്നു വരുന്നത്. തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് കുടുംബവും വ്യക്തമാക്കിയിട്ടുണ്ട്. മായ, പ്രശാന്ത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പ്രതിഷേധം നമുക്കറിയാം. ഈ സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെ. അതിനിടെ അവിടെ എത്തിയ ഈ അതിജീവിത കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിലാണ് എന്ന തരത്തിലുമൊക്കെ വിവരങ്ങൾ വന്നിരുന്നു. അവരുടെ അവസ്ഥ അതെന്താണ് ഇപ്പോൾ? മായ, ഈ വിധി വന്നതിന് പിന്നാലെ തന്നെ ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ മാതാവും വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. സാമൂഹ്യ പ്രവർത്തകരും അതിന് ഒപ്പം നിൽക്കുകയും ഇന്ത്യ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഒക്കെ ചേർന്നു. ഈ സമയത്ത് തന്നെ പെൺകുട്ടി അവിടുന്ന് പോലീസ് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ CRPFന്റെ സുരക്ഷയിലാണ് പെൺകുട്ടിയുള്ളത്. ഡൽഹിയിൽ തന്നെയാണ് ഉള്ളത്. അത് നേരത്തെ കോടതി ഉറപ്പ് നൽകിയ സുരക്ഷയാണ്. ഇവർക്ക് ജീവന് ഭീഷണിയുണ്ട് എന്ന് കണ്ടതിനെ തുടർന്നാണ് അത്തരമൊരു നീക്കം ഉണ്ടാകുന്നത്. കാരണം ഇതിന്റെ ഒരു ഈ നാൾവഴി മുഴുവൻ പരിശോധിച്ചാൽ ഈ പെൺകുട്ടിയും കുടുംബവും വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുണ്ട്, ഭീഷണി നേരിട്ടുണ്ട്. അച്ഛൻ കസ്റ്റഡിയിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ ബന്ധുക്കൾ, അതിജീവിതരുടെ ബന്ധുക്കൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പെൺകുട്ടിയുടെ വാഹനം തന്നെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 2017 ഈ സംഭവം ഉണ്ടാകുന്നു. ജൂൺ 4-ാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ വർഷവും വലിയ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. 2019-ാണ് കുൽദീപ് സെൻഗാറിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത്. അതിനുശേഷം പ്രധാനമായും ഈ പെൺകുട്ടിയുടെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ടും ബന്ധുക്കളുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസിലും ഇയാൾക്ക് ശിക്ഷ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വലിയ രാഷ്ട്രീയ വിവാദമാകുകയൊക്കെ ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകളും ഒപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകരും ശക്തമായി തന്നെ പ്രതിഷേധവും രംഗത്തെത്തുകയൊക്കെ ചെയ്തിരുന്നു. ഈ പ്രതിഷേധത്തിനിടയിലാണ് പെൺകുട്ടി തളർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിഗുരുതരമായ ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പെൺകുട്ടി അടക്കം പറയുന്നത്, ഈ കുൽദീപ് ഈ ഘട്ടത്തിൽ പുറത്തു നിൽക്കുന്നത് തങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാക്കുക
അതുതന്നെ നടപടി ഉണ്ടാകണം. മാത്രമല്ല നീതി കിട്ടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പ്രതിയും അന്വേഷണ സംഘവും തമ്മിൽ ഒത്തുകളിച്ചുകൊണ്ടാണ് പല വകുപ്പുകളും ഇട്ടിട്ടുള്ളത്. അന്വേഷണ സംഘത്തിന്റെ കൃത്യമായി ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഇപ്പോഴും കുൽദീപ് സെൻഗാറിനെ സംരക്ഷിക്കുന്ന നിലപാടുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്ന ആരോപണമടക്കം അതിജീവിത ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മായ. പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പ്രതി BJP മുൻ MLA കൂടിയായ കുൽദീപ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരായ അപ്പീൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് എങ്ങനെയായിരിക്കും ഈ ഹർജി പരിഗണിക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം. വിയൂർ ജയിലിന് സമീപത്തു നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ പിടിയിലായി. തെങ്കാശിയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാൾ പിടിയിലായത്. നവംബർ 3-ന് വിയൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ബാലമുരുകൻ പോലീസ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. തമിഴ്നാട് കോടതിയിൽ ഹാജരാക്കി തിരികെ കൊണ്ടുവരുന്നതിനിടെയാണ് രക്ഷപ്പെട്ടത്. തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ബാലമുരുകനെ കോടതിയിൽ ഹാജരാക്കും. ഇതിനുശേഷമാകും വിയൂരിലെത്തിക്കുക. 5 കൊലപാതകം, മോഷണം എന്നിവ അടക്കം 53 കേസുകളിലെ പ്രതിയാണ് ബാലമുരുകൻ. ആരവല്ലി മലനിരകളുടെ നിർവചനത്തിൽ മാറ്റം വരുത്തിയ വിധിയുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ അവധിക്കാല ബെഞ്ചിലാണ് ഹർജി പരിഗണിക്കുന്നത്. നിർവചന മാറ്റം നിയന്ത്രണമില്ലാതെ ഖനനത്തിനും പരിസ്ഥിതി നാശത്തിനും കാരണമാകുമെന്ന ആശങ്ക തുടരുകയാണ്. 100 മീറ്റർ ഉയരമെങ്കിലും ഉള്ള കുന്നുകളെ മാത്രമേ ആരവല്ലിയുടെ ഭാഗമായി കാണാനാകൂ എന്നാണ് കോടതിയുടെ പുതിയ നിർവചനം. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, കോടതിയെടുക്കുന്ന മറ്റൊരു വിഷയമാണ് ഈ മലനിരകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു നിർവചനത്തിൽ തന്നെ വലിയൊരു മാറ്റമാണ് വന്നത്. അതാണ് ഇനിയിപ്പോൾ ഇന്ന് വീണ്ടും പരിഗണിക്കാൻ പോകുന്നത് സുപ്രീം കോടതി. എങ്ങനെ കാണാം അതിനെ? മായ, ആരവല്ലി പർവ്വതനിരകളെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡൽഹി, രാജസ്ഥാൻ, ഹരിയാന ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാന ഒരു ഇടം കൂടി തന്നെ, അവരുടെ ഒരു സംരക്ഷണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഡൽഹിയെ സംബന്ധിച്ച്, രാജ്യതലസ്ഥാനത്തെ സംബന്ധിച്ച്, രാജ്യതലസ്ഥാനത്തെ വായു മലിനീകരണം അടക്കം പൊടിയൊക്കെ തന്നെ തടയുന്നതിനാവശ്യമായ ഒരു സംരക്ഷണം ഒരുക്കുന്നത് ഈ പർവ്വതനിരകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നിർവചനം, അതായത് ഈ നിർവചനം കൊണ്ടുവരുന്നത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ്. അത് സുപ്രീം കോടതി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത്, അതിനുശേഷം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഖനനത്തിന് അനുമതി ഉണ്ടാകില്ല, സംസ്ഥാന സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നൊക്കെ തന്നെ വിജ്ഞാപനം ഇറക്കുകയും നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ 100 മീറ്റർ ഉയരമുള്ള കുന്നുകളൊക്കെ തന്നെ, അതിന് മുകളിലേക്കുള്ള കുന്നുകൾ മാത്രമേ പർവ്വതനിരയുടെ ഭാഗമായി കണക്കാക്കാനാകുള്ളൂ. ഒപ്പം തന്നെ അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള അകലം, കുന്നുകൾ തമ്മിലുള്ള അകലത്തിലൊക്കെ തന്നെ ചില നിർവചനങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ കുന്നുകൾ തമ്മിലുള്ള അകലം കൃത്യമായി കണക്കാക്കുന്നില്ല, അല്ലെങ്കിൽ ഇല്ല എങ്കിൽ അതെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി മാറില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. ഇതൊക്കെ തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ, അതായത് ഏകദേശം 90% കണ്ടൽക്കാടുകളും ഈ ചെറിയ കുന്നുകളും അടങ്ങിയ ഒരു മേഖലയാണ് ആരവല്ലി പർവ്വതനിരകളെല്ലാം കൂടി മേഖല ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയെ പൂർണ്ണമായും സംരക്ഷിച്ചു നിർത്തുക, അല്ലെങ്കിൽ ആ പ്രദേശത്തെ സംസ്ഥാനങ്ങളുടെ ഭൂപ്രകൃതിയെ തന്നെയും ജല സംവിധാനത്തെ ആകെ തന്നെ ഭൂഗർഭ ജലത്തെ അടക്കം സംരക്ഷിച്ചു നിർത്തുകയൊക്കെ ചെയ്യുന്നത് ഈ പർവ്വതനിരകളാണ്. സ്വാഭാവികമായും ഇതിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇതിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ വലിയ തരത്തിൽ ബാധിക്കുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ഇനിയിപ്പോൾ സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കോടതി സ്വമേധയാ തന്നെയാണ് ഈ വിഷയം പരിഗണിക്കാൻ തീരുമാനിച്ചത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് തന്നെയാണ് ഇതും പരിഗണിക്കുന്നത്. ആ സമയത്ത് ഇതിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും വിട്ടുനോക്കുന്നത്. നമുക്കറിയാം, വലിയ തരത്തിലുള്ള പ്രതിസന്ധി, ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയർന്നു വന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾ വരികയും മറ്റു തരത്തിലുള്ള നീക്കങ്ങളിലൊക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആ പ്രതിഷേധങ്ങൾ ശക്തമായി നിൽക്കുന്നുണ്ട്. കൂടുതലായി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളെ സാരമായി ബാധിക്കുന്ന തരത്തിലാണ് ഈ നിർവചനം വന്നിട്ടുള്ളത്. അപ്പോഴും കേന്ദ്ര സർക്കാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചില തിരുത്തലുകൾ വരുത്തുകയും ചില മാറ്റങ്ങൾ മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഖനനങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. പക്ഷേ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത് ഇത് വൻകിട കുത്തക മുതലാളിമാർക്ക് ഖനനത്തിനുള്ള അനുമതി നൽകാനും ഈ കുന്നുകളല്ല എന്ന് കണക്കാക്കിയാൽ ആ പ്രദേശം മുഴുവനുള്ള മണ്ണും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ എടുക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുകയും ചെയ്യും എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളാകെ തന്നെ 3200ഓളം കേസുകളാണ് അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട് ആരവല്ലി മേഖലയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി അത് വർദ്ധിക്കാനുള്ള സാധ്യത, പലയിടത്തും കേസുകൾ ഉണ്ടാകുന്നില്ല, പോലീസിനെയും മറ്റ് സംവിധാനങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ നിയമത്തിന്റെ പരിരക്ഷ കൂടി വരുന്നതോടെ സ്ഥിതിഗതികൾ കുറെ കൂടി ഗുരുതരമാവുകയും സംസ്ഥാന
സംസ്ഥാനങ്ങളിലെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കോടതി ഇന്ന് അക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എല്ലാവരും പരിസ്ഥിതി പ്രവർത്തകരും സംസ്ഥാനങ്ങളും ഉറ്റുനോക്കുന്നത്. മായ, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ ആരവല്ലി മലനിരകളുടെ നിർവചനത്തിൽ ഉണ്ടാക്കിയ മാറ്റം, ആ വിധി വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. കോടതി എങ്ങനെ എടുക്കുമെന്ന് നോക്കിക്കാണാം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 4 വയസ്സുകാരൻ ഗിൽധറിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കുഞ്ഞിനെ കഴിഞ്ഞ ദിവസമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴക്കൂട്ടം അമ്പലത്തിൻകരയിലെ ലോഡ്ജിൽ വാടകയ്ക്ക് താമസിക്കുന്ന പശ്ചിമബംഗാൾ സ്വദേശിനി മുന്നി ബീഗത്തിന്റെ മകനാണ് ഖിൽദർ. ഭക്ഷണം കഴിച്ച ശേഷം കുഞ്ഞിന് പിന്നീട് അനക്കമില്ലെന്ന് പറഞ്ഞ് കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കുട്ടിയുടെ കഴുത്തിൽ അസ്വാഭാവികമായ പാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഡോക്ടർ പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നി ബീഗത്തെയും കൂടെയുണ്ടായിരുന്ന ആൺ സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. Sharanamritam powered by Dhanalakshmi Bank, banking on relationships forever. Swamiye Sharanamayyappo. മകരവിളക്കിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളിലാണ് ശബരിമല. മണ്ഡല മഹോത്സവം പൂർത്തിയാക്കി അടച്ച നട ചൊവ്വാഴ്ച വീണ്ടും തുറക്കും. ശരണമന്ത്രങ്ങൾ മുഴങ്ങിക്കേട്ട തീർത്ഥാടന പാതകളിലും ശബരീശ സന്നിധിയിലും ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമലയും പരിസര പ്രദേശങ്ങളും ഒരുങ്ങുന്നതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരികയാണ്. പോലീസ്, എക്സൈസ്, ദേവസ്വം, വിശുദ്ധിസേന എന്നീ വിഭാഗങ്ങളാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സ്വാമിയയ്യപ്പൻ റോഡിന്റെ ഇരുവശവും നീലിമല കവാടം മുതൽ ശബരിപീഠം വരെയും പമ്പ പരിസരവും ശബരിപീഠം മുതൽ സന്നിധാനം വരെയുമുള്ള പ്രദേശങ്ങളുമൊക്കെ മകരവിളക്കുത്സവത്തിനായി ഒരുങ്ങുകയാണ്. ക്ഷേത്രത്തിലെ ആഴി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. മകരവിളക്ക് മഹോത്സവത്തിന് ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് നട വീണ്ടും തുറന്ന ശേഷം ആഴിയിൽ അഗ്നി തെളിയിക്കും. ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് സുഗമമായ വൈദ്യുതി വിതരണം ഉറപ്പാക്കാൻ KSEBയുടെ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. പമ്പ, സന്നിധാനം, നിലയ്ക്കൽ, ശബരിമലയിലെ മറ്റനുബന്ധ പ്രദേശങ്ങളിലെ വൈദ്യുതി വിതരണ സംവിധാനങ്ങളുടെ പരിശോധനയും അറ്റകുറ്റപ്പണികളും നടത്തുന്നുണ്ട്. ഇതിനായി കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചു. മകരവിളക്കിന് ഭക്തർ കൂടുതലായി വരുന്ന സ്ഥലങ്ങളിലും ലൈറ്റുകൾ സ്ഥാപിച്ചു വരികയാണ്. സുരക്ഷാ പരിശോധനകളും ദ്രുതഗതിയിൽ തുടരുന്നു. മണ്ഡല തീർത്ഥാടനത്തിന് മുൻവർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ ഭക്തർ എത്തിയതിനാൽ മകരവിളക്കിനും മല ചവിട്ടുന്ന അയ്യപ്പന്മാരുടെ എണ്ണം കൂടും. ഇത് കണക്കിലെടുത്ത കൂടുതൽ ക്രമീകരണങ്ങൾ ഇത്തവണ മകരവിളക്ക് തീർത്ഥാടനത്തിനും ഉണ്ടാകും. ജനുവരി 14-നാണ് മകരവിളക്ക്. അമൃത ന്യൂസ്, സന്നിധാനം. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ ആഴ്ച വിപണിയിൽ ഒരു ക്രമപ്പെടലിൻ്റെ ഒരു പാതയിലായിരുന്നു. ഈ ഒരാഴ്ച വിപണി നേട്ടത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് സഹായകരമായ ഘടകങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയും US-ഉമായുള്ള വ്യാപാര ബന്ധവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുകൂലമായ ഒരു സൂചന ലഭിക്കുകയാണെങ്കിൽ അതായിരിക്കും ഇനി വിപണിക്ക് പ്രോത്സാഹനമാവുക. അതുമാത്രമേ ഇനിയിപ്പോൾ വിപണിയെ സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വമായി നിലനിൽക്കുന്ന ഒരു കാര്യമുള്ളൂ. അത് ഏതെങ്കിലും തരത്തിൽ പ്രാവർത്തികമാവുകയാണെങ്കിൽ അതിൻ്റെ സ്വാധീനം വിപണിയിലുണ്ടാവും. മറ്റൊന്ന് ആഗോള വിപണികളിൽ ഉണ്ടാകുന്ന നീക്കങ്ങളാണ്. ആഗോള സാഹചര്യങ്ങൾ തികച്ചും തൃപ്തികരം തന്നെയാണ്. ആഗോള വിപണികളിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള മുന്നേറ്റവും നമ്മുടെ വിപണിക്ക് പ്രോത്സാഹനമാകാം. വേറൊരു പ്രധാനപ്പെട്ട ഘടകം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളാണ്. കുറച്ച് നാളുകൾ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നെങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വീണ്ടും വിൽപ്പന തുടരുകയുണ്ടായി. അവരുടെ നിലപാടുകളും വിപണിയുടെ നീക്കത്തിൽ നിർണായകമാണ്. വേറൊരു അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യ വിക്സ് സൂചികയിലെ നീക്കമാണ്. ഇന്ത്യ വിക്സ് സൂചിക ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ഇത് കാണിക്കുന്നത് വരും ദിവസങ്ങളിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നുള്ളൊരു സൂചനയാണ്. വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളെ സൂചിപ്പിക്കുന്ന സൂചികയാണ് ഇന്ത്യ വിക്സ് സൂചിക. അത് 10 താഴെയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. അതും വിപണിക്ക് ഒരു അനുകൂലമായ ഘടകമാണ്. ഇനി ആഭ്യന്തര തലത്തിൽ വിപണിയെ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകം കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളാണ്. ഈ ഡിസംബർ പാദത്തിലെ പ്രവർത്തന ഫലങ്ങൾ ഏതാണ്ട് ഈ അടുത്ത മാസം 10-ാം തീയതിയോടുകൂടെ വന്നു തുടങ്ങും. അതായിരിക്കും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകം. എന്തായാലും സാങ്കേതികമായി 26,000-ന് മുകളിൽ മുൻനിര സൂചികയായി നിഫ്റ്റി നിലകൊള്ളുന്നു എന്നുള്ളതും ഒരു പ്രധാന അനുകൂല ഘടകം തന്നെയാണ്. ആ ഒരു നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന സാഹചര്യത്തിൽ 26,200 മറികടക്കാനാവുകയാണ്
വരികയാണെങ്കിൽ തീർച്ചയായും അത് മുന്നോട്ട് നയിക്കാനുള്ള ഒരു പ്രേരകമായി പ്രവർത്തിക്കുകയും ചെയ്യും. അടിസ്ഥാന നിലവാരം 25,800 തന്നെയായിരിക്കും. എന്തായാലും നേരിയ തോതിലുള്ള കയറ്റങ്ങൾ വിപണി പ്രതീക്ഷിക്കണം. ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. 6 പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. പലയിടത്തും മുന്നണികളിലെ ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിച്ചതിനാൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുന്നണികളിലെ തർക്കത്തെ തുടർന്നും കോറം തികയാത്തതിനെ തുടർന്നും മാറ്റിവെച്ച തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുക. ആലപ്പുഴയിൽ നെടുമുടി, വിയ്യപുരം പഞ്ചായത്തുകളിലായിരുന്നു തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. കാസർഗോഡ് പുലൂർ പെരിയ പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് UDF അംഗങ്ങൾ വിട്ടുനിന്നതോടെയാണ് തെരഞ്ഞെടുപ്പ് മാറ്റിയത്. 24 സീറ്റുകളുള്ള എറണാകുളം വെങ്ങോല പഞ്ചായത്തിൽ UDFും 2020യും വിട്ടുനിന്നിരുന്നു. മലപ്പുറം തിരുവാലി പഞ്ചായത്തിൽ UDF അംഗങ്ങളാണ് വിട്ടുനിന്നത്. ആന്ധ്ര വിശാഖപട്ടണത്ത് ട്രെയിനിന് തീപിടിച്ചു. ഒരാൾ മരിച്ചു. വിജയവാഡ സ്വദേശി ചന്ദ്രശേഖറാണ് മരിച്ചത്. ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസിലാണ് തീപിടുത്തം ഉണ്ടായത്. 2 AC കോച്ചുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. B1, M2 കോച്ചുകളാണ് കത്തിനശിച്ചത്. ആന്ധ്ര അനകാപ്പള്ളി മേഖലയിൽ വെച്ചാണ് അപകടമുണ്ടായത്. കോച്ചിലുള്ളവരെ അതിവേഗം തന്നെ ഒഴിപ്പിച്ചതിനാൽ വൻ അപകടം ഒഴിവായി. മറ്റ് ചില വാർത്തകളിലേക്ക്. മുള കൊണ്ട് വിസ്മയങ്ങൾ സൃഷ്ടിക്കുകയാണ് കൊച്ചിയിൽ നടക്കുന്ന ബാംബു മേളയിലെ കലാകാരന്മാർ. ജനുവരി 1-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ 300ഓളം കരകൗശല കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത്. മുള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശീലനവും മേളയിൽ നൽകുന്നുണ്ട്. വ്യവസായ വാണിജ്യ വകുപ്പിന് വേണ്ടി കേരള സംസ്ഥാന ബാംബു മിഷൻ സംഘടിപ്പിക്കുന്ന 22ാമത് കേരള ബാംബു ഫെസ്റ്റാണ് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം മൈതാനിയിൽ നടക്കുന്നത്. പൊതുജനങ്ങൾക്ക് മുള കൊണ്ടുള്ള കരകൗശല ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ രീതികൾ നേരിട്ട് മനസ്സിലാക്കാനും കലാകാരന്മാരോട് ആശയവിനിമയം നടത്താനും ഒപ്പം വിപണന സാധ്യത പ്രയോജനപ്പെടുത്താനും മേളയിൽ അവസരമുണ്ട്. കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമായി 300ഓളം കരകൗശല തൊഴിലാളികളും മുള അനുബന്ധ തൊഴിലാളികളും മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. 2004 50 സ്റ്റോളുകളുമായി ചെറിയ രീതിയിൽ തുടങ്ങി ഇന്ന് 22 വർഷം കടന്നു നിൽക്കുമ്പോൾ ഏതാണ്ട് 200-ൽ പരം സ്റ്റോളുകൾ ഈ ബാംബു ഫെസ്റ്റിൽ ഭാഗമായിട്ട് ഇവിടെയുണ്ട്. 7ഓളം സംസ്ഥാനങ്ങളും ഇന്നൊരു കൺട്രിയുടെ പവലിയുണ്ട്. നമ്മൾ നിൽക്കുന്ന ഭൂട്ടാൻ കൺട്രി പവലിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഒരു വലിയ രീതിയിലേക്ക് കേരളത്തിലെ ബാംബു ആർട്ടിസൻസിന് അവരുടെ പ്രൊഡക്റ്റുകൾ ഷോക്കേസ് ചെയ്യാനും അതിൻ്റെ ഒരു പബ്ലിസിറ്റിക്കും എല്ലാം വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഇത് വളർന്നു വന്നിരിക്കുന്നു. സംസ്ഥാന ബാംബു മിഷൻ പരിശീലകർ രൂപകൽപ്പന ചെയ്ത വിവിധ കരകൗശല ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് പ്രത്യേക ബാംബു ഗ്യാലറി സജ്ജമാക്കിയിട്ടുണ്ട്. മുളമേഖലയുമായി ബന്ധപ്പെട്ട സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളും ഫെസ്റ്റിൽ പങ്കാളികളാകുന്നു. മന്ത്രി P. രാജീവാണ് മേള ഉദ്ഘാടനം ചെയ്തത്. മുളയുൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വിധം പഠിക്കാനും മേളയിൽ അവസരമുണ്ട്. പാടെന്ന് പറയുമ്പോൾ അത്രയും പാടല്ല, എന്നാലും ഇത്തിരി ഫണ്ണാണ്. ഇത് കണ്ടിട്ടുണ്ട് കുറേ, പക്ഷെ ചെയ്യണം എന്ന് ചെറിയൊരു ആഗ്രഹം തോന്നി. ആദ്യം ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളൊരു ടെക്നിക്ക് പെട്ടെന്ന് മനസ്സിലായി, പക്ഷേ ഇത് ചെയ്യുമ്പോഴാണ് ഇത്തിരി കൂടി പാടായിട്ട് തോന്നിയത്. 2025 ഡിസംബർ 27 മുതൽ 31 വരെ രാവിലെ 10:30 മുതൽ രാത്രി 8:30 വരെയും 2026 ജനുവരി 1 ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 8:30 വരെയുമാണ് മേളയുടെ സമയക്രമം. പ്രവേശനം സൗജന്യമാണ്. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട് നഗരത്തെ ആവേശത്തിലാക്കി ക്രിസ്മസ് പാപ്പന്മാർ. സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശവുമായി കോഴിക്കോട് അതിരൂപത സംഘടിപ്പിച്ച ഫെലിക്സ് നദാലിസ് മെഗാ ക്രിസ്മസ് ഘോഷയാത്രയാണ് കാണികൾക്ക് വേറിട്ടൊരു അനുഭവം സമ്മാനിച്ചത്. കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ വിവിധ ജില്ലകളിൽ നിന്നും മാഹിയിൽ നിന്നുമായി 1000-ലധികം ക്രിസ്മസ് പാപ്പമാരാണ് കരോൾ ഗാനത്തിനൊപ്പം ചുവടുവെച്ച് നഗരവീഥികളിലൂടെ നടന്നു നീങ്ങിയത്. ഉണ്ണിയേശുവും മാലാഖമാരും ടാബ്ലോയും ഘോഷയാത്രയുടെ മാറ്റുകൂട്ടി. ഗാനത്തോടൊപ്പം മത്സരിച്ച് ചുവടുവെക്കുന്ന കുട്ടികൾ ആവേശം കാണികളിലേക്കും പകർന്നു നൽകി. ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും
ഘോഷയാത്രയ്ക്ക് നൽകിയ ഫെലിക്സ് നത്താലിക്സ് എന്ന പേരിനുള്ളിലും ഒരു രഹസ്യമുണ്ട്. ഈ ഒരു പ്രോഗ്രാമിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് ഫെലിക്സ് നത്താലിസ് എന്നാണ്. ഫെലിക്സ് എന്ന് പറഞ്ഞാൽ ഹാപ്പി, നത്താലിസ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് എന്നാണ്. അപ്പം ഞങ്ങളിങ്ങനെ തെരുവീതിയിലൂടെ പോകുന്നത് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സന്തോഷം പങ്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ക്രിസ്മസിൻ്റെ സമാധാനം, സന്തോഷം, ആനന്ദം, കരുതൽ, പങ്കുവയ്ക്കലൊക്കെ എല്ലാവരിലും വ്യാപരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രമിക്കുകയാണ്. കോഴിക്കോട് രൂപത അതിരൂപതയായി ഉയർത്തപ്പെട്ടതിനു ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് മെഗാ ഘോഷയാത്ര കൂടിയാണിത്. അമൃത ന്യൂസ്, കോഴിക്കോട്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾ സമയം ചെലവഴിക്കാൻ എത്തുന്ന ഇടങ്ങളിൽ ഒന്നാണ് പോതമേട് വ്യൂ പോയിന്റ്. ഇടയ്ക്കിടെ കോടമഞ്ഞ് മൂടുന്ന പ്രദേശമാണ് ഇത്. ഇവിടെ നിന്നുള്ള ഉദയാസ്തമയ കാഴ്ചകളും ഏറെ മനോഹരമാണ്. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളുടെയും ചുറ്റുമുള്ള മലനിരകളുടെയും ഒക്കെ മനോഹര കാഴ്ചകൾ കാണാൻ കഴിയുന്ന സ്ഥലമാണ് പോതമേട് വ്യൂ പോയിന്റ്. ആറ്റുകാടിന്റെയും പള്ളിവാസലിന്റെയും ഒക്കെ പരന്ന കാഴ്ചകൾക്കപ്പുറം കണ്ണെത്താ ദൂരത്തോളം ഹൈറേഞ്ചിന്റെ ദൂരക്കാഴ്ചകൾക്ക് ഇടമൊരുക്കുന്ന സ്ഥലം. ഇടയ്ക്കിടെ കാഴ്ച മറച്ച് കോടമഞ്ഞ് വന്ന് മൂടും. ഇവിടെ നിന്നുള്ള ഉദയാസ്തമയ കാഴ്ചകളും മനോഹരമാണ്. സ്വദേശികളും വിദേശികളുമായ വിനോദസഞ്ചാരികൾ ദൂരക്കാഴ്ചകൾ കാണാൻ പോതമേട്ടിലെത്താറുണ്ട്. മൂന്നാറിന്റെ കുളിരിനും ഒരു ചൂട് ചായയ്ക്കുമൊപ്പം പോതമേടിന്റെ കാഴ്ചവട്ടം കൂടിയാകുമ്പോൾ മനസ്സിന് സംതൃപ്തിയാവോളമെന്ന് സഞ്ചാരികൾ പറയുന്നു. Beautiful here, like a paradise, nice people, good food, good view, good energy. Thank you. പഴയ മൂന്നാറിന് സമീപമുള്ള ഹെഡ്വർക്സ് അണക്കെട്ടിന് മുകളിലൂടെയാണ് പോതമേട് വ്യൂ പോയിന്റിലേക്കുള്ള യാത്ര. മൂന്നാർ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. ട്രെക്കിംഗ് ജീപ്പുകളിലും സ്വന്തം വാഹനങ്ങളിലുമൊക്കെ സഞ്ചാരികൾ പോതമേട് വ്യൂ പോയിന്റിലേക്ക് എത്താറുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി. ഭഗവത്ഗീത പഠനത്തിനായി ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെയും ഗീതാസ്വാധ്യായ സമിതിയുടെയും നേതൃത്വത്തിൽ ഗീതായനം ഏകദിന സെമിനാർ നടത്തി. BSSC മുൻ ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ നായർ, മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ, ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ R. സഞ്ജയൻ, സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ അജിത് നീലകണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഭഗവത്ഗീത പഠനത്തിന് യുവജനങ്ങളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗീതാ സ്വാധ്യായ സമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഏകദിന ഗീതാ സെമിനാർ സംഘടിപ്പിച്ചു. BSSC മുൻ ഡയറക്ടർ ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. തലമുറകളെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ഒന്നാണ് ഭഗവത്ഗീത എന്ന് അദ്ദേഹം പറഞ്ഞു. ഭഗവത്ഗീത മോക്ഷത്തിന്റെ ശാസ്ത്രവും ജീവിത വിജയത്തിന്റെ മാർഗവുമാണെന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ പറഞ്ഞു. ഭഗവത്ഗീത മോക്ഷത്തിന് വേണ്ടിയുള്ളവർക്ക്, മോക്ഷത്തിന് അധികാരമുള്ളവർക്ക് മോക്ഷവും, യുവത്വത്തിൽ നേട്ടങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്നവർക്ക്, അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക്, ആ ഒരു ആഗ്രഹത്തോടുകൂടി സമീപിക്കുന്നവർക്ക് ദക്ഷതയും പ്രദാനം ചെയ്യുന്നു. ഭഗവത്ഗീതയുടെ 2 പ്രയോജനങ്ങളാണ്. ഇത് വലിയൊരു വിഷയമാണ്. നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം തുടങ്ങുമ്പോൾ ഗ്രന്ഥ പ്രയോജനം എന്താണെന്നുള്ളൊരു ചർച്ചയുണ്ട്. ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ശങ്കരാചാര്യ സ്വാമിയുടെ ഭാഷ്യമൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം അധികാരി ആരാണ്, ഈ ഗ്രന്ഥത്തിന് അധികാരി, ഇത് പഠിക്കാനുള്ള അർഹത ആർക്കാണുള്ളത്, ഈ ഗ്രന്ഥത്തിൻ്റെ വിഷയം എന്താണ്, ഈ ഗ്രന്ഥത്തിൻ്റെ പ്രയോജനം എന്താണ്, പിന്നെ സംബന്ധം എന്താണ്, ഇതിന് അധികാരമുള്ളവന് ഈ വിഷയമായിട്ട് എന്ത് സംബന്ധം, ഈ അധികാരമുള്ളവന് ഈ പ്രയോജനമായിട്ട് എന്ത് സംബന്ധം, ഈ വിഷയത്തിന് ഈ അധികാരിയായിട്ട് എന്ത് സംബന്ധം, വിഷയത്തിന് പ്രയോജനമായിട്ട് എന്ത് സംബന്ധം, അങ്ങനെ സംബന്ധം, ഇങ്ങനെ 4 വിഷയങ്ങൾ എല്ലാ ഗ്രന്ഥങ്ങളിലെയും തുടക്കത്തിൽ ചർച്ച ചെയ്യും. അനുബന്ധ ചതുഷ്ടയം എന്നാണ് പറയുന്നത്. സ്വാഗത സംഘം ജനറൽ കൺവീനർ BS ബസന്തകുമാർ, ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ സഞ്ജയൻ, സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ അജിത് നീലകണ്ഠൻ എന്നിവരും പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പക്ഷിപ്പനിയെ തുടർന്ന് ആലപ്പുഴയിൽ കോഴി വിഭവങ്ങളുടെ വിപണനം തടഞ്ഞു. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ചിക്കൻ വിഭവങ്ങളുടെ വിപണനം തടഞ്ഞ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ. മുന്നറിയിപ്പ് നൽകിയില്ല എന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി ഹോട്ടൽ ഉടമകൾ.
ജില്ലയിലെ മാംസാഹാരങ്ങൾ വിതരണം ചെയ്യുന്ന പ്രമുഖ ഹോട്ടലുകളിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി വിപണനം തടഞ്ഞത്. ഹോട്ടലുകളിൽ കോഴി വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതാണ് ഉദ്യോഗസ്ഥരെത്തി തടഞ്ഞത്. സംഭവത്തിൽ പ്രതിഷേധവുമായി ഹോട്ടൽ ഉടമകളും രംഗത്തെത്തി. ഭക്ഷണം കഴിക്കാനായി എത്തിയവരെ ഉൾപ്പെടെ ഹോട്ടലുകളിൽ നിന്ന് ഇറക്കി വിട്ടുവെന്നാണ് ഹോട്ടൽ ഉടമകളുടെ ആക്ഷേപം. കഴിഞ്ഞ ദിവസമാണ് ജില്ലയിൽ 8 പഞ്ചായത്തുകളിൽ 8 വാർഡുകളിലായി പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഇതിൽ നെടുമുടി പഞ്ചായത്തിൽ മാത്രമാണ് കോഴികളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. മറ്റു പഞ്ചായത്തുകളിൽ താറാവിനായിരുന്നു രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശങ്ങളിലെ പക്ഷികളെ കൊന്നൊടുക്കുന്ന കള്ളിംഗ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയായിരുന്നു. ഇതിനു പിന്നാലെ രോഗബാധിത പ്രദേശങ്ങൾക്ക് 10 കിലോമീറ്റർ ചുറ്റളവിൽ പക്ഷികളുടെയും മുട്ടയുടെയും വിപണനം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവും ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരറിയിപ്പും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഹോട്ടൽ ഉടമകളുടെ വാദം. മുന്നറിയിപ്പില്ലാതെ വിപണനം തടയുന്നത് ശരിയല്ല എന്ന നിലപാടാണ് ഹോട്ടൽ ഉടമകൾക്ക്. അതിനാൽ തന്നെ 30 മുതൽ ഹോട്ടലുകൾ അടച്ചിട്ടുള്ള പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ആലപ്പുഴ ജില്ലയിലെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. വാട്ടർ ഫെസ്റ്റിനോടനുബന്ധിച്ച് ബേപ്പൂരിൽ എത്തിയ നാവികസേനയുടെ പ്രതിരോധ കപ്പൽ INS കൽപ്പേനി കൗതുകമായി. പൊതുജനങ്ങൾക്ക് കപ്പൽ സന്ദർശിക്കാനും നാവികസേനയെ പരിചയപ്പെടാനുമുള്ള അവസരം ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിൻ്റെ ഭാഗമായി നേവിയുടെ കപ്പലാണ് പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ക്യാപ്റ്റൻ ജീത്തു ജോസഫ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാർ, എന്താണ് ഈ കപ്പൽ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗുഡ് മോർണിംഗ്. INS കൽപ്പേനി ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് 26-നാണ് ബേപ്പൂർ എത്തിയത്. നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജനങ്ങൾക്ക്, ബേപ്പൂരിൽ ഉള്ള ജനങ്ങൾക്ക്, കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്കും ഒരു മാരിടൈം കോൺഷ്യസ്നെസ്, അതായത് നേവിയുടെ റോൾസ് എന്തൊക്കെയാണ്, അതായത് ഈ ഷിപ്പിൻ്റെ കരുത്ത് എന്താണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഈ ഫെസ്റ്റിൽ നമുക്ക് ഇന്ത്യൻ നേവി ഒരു ഭാഗമാകാനും കൂടിയാണ് INS കൽപ്പേനി ബേപ്പൂരിൽ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഓൾമോസ്റ്റ് 3,500 visitors have visited the ship and gained their first-hand knowledge of roles of Indian Navy. Especially INS Kalpeni is the 7th waterjet fast attack craft which looks after the coastal security of Kerala coast and Lakshadweep. So it's a good opportunity for the local populace, students, because they are the future of our country. So we need to guide them, mend them in the correct way. So we are doing our best to make sure that they get the great experience, especially during this holiday season. യുദ്ധരംഗത്തുള്ള ആളുകൾക്കായിരിക്കും തോക്കൊക്കെ പരിചയം. തോക്കൊക്കെ നേരിട്ട് അവർ കൃത്യമായി തന്നെ പരിചയപ്പെടുന്നുണ്ട്. അത്തരത്തിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത്? So we have put up a few exhibits. നമ്മുടെ damage control and firefighting exhibits ഉണ്ട്. Weapon systems അതിൻ്റെ ഒരു എക്സിബിറ്റ്സ് ഉണ്ട്. അതല്ലാതെ സെർച്ച് ആൻഡ് റെസ്ക്യൂ അതിന് ആവശ്യമായ എക്സിബിറ്റ്സ് ഓൾറെഡി നമ്മൾ ഒരു സ്റ്റോളുണ്ട്. അതുകൂടാതെ ഒരു മെഡിക്കൽ സ്റ്റോളും ബേസിക് മെഡിക്കൽ സർവൈവൽ കുട്ടികൾക്ക് കാണിക്കാൻ എങ്ങനെയാണ് ബേസിക് CPR ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഷിപ്സ് ക്രൂ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരോട് അവരുടെ ഡൗട്ട്സ് ചോദിക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടിയാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. വി വെരി ഹാപ്പി ടു ബി ഹിയർ ഫോർ ദ 5th edition ഓഫ് ദ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ്. INS Kalpeni has come in 22. So INS Kalpeni is based off Kochi, Southern Naval Command of the Indian Navy. The ship is presently placed under the operational control of Commodore Vogis Matthew, who is the naval officer in charge of Kerala. And INS Kabra and INS Kalpeni is primarily based in SNC, which is Kochi, looks after the coastal security of Kerala coast. പൊതുജനങ്ങൾക്ക് നേവിയെ അടുത്തറിയാനുള്ള ഒരു അവസരം കൂടെയാണ് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിൻ്റെ ഭാഗമായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ഡൽഹിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാഴ്ചപരിധി 0 മീറ്ററായി കുറഞ്ഞിരിക്കുന്നു. പുലർച്ചെ പുറപ്പെടേണ്ടിയിരുന്ന വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. നിരവധി ട്രെയിനുകൾ വൈകി ഓടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, രാജ്യതലസ്ഥാനത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. കാഴ്ചപരിധി 0 മീറ്ററായി കുറഞ്ഞു എന്നാണ് അറിയാനാവുന്നത്. ഗതാഗത സംവിധാനങ്ങളൊക്കെ കാര്യമായി ബാധിച്ചു കാണില്ലേ ഇത്? രണ്ട് തരത്തിലാണ് ഇപ്പോൾ രാജ്യതലസ്ഥാനം പ്രതിസന്ധി നേരിടുന്നത്. ഒന്ന്, കനത്ത മൂടൽമഞ്ഞാണ്, പുകമഞ്ഞുമൊക്കെ തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ വീണ്ടും വായു മലിനീകരണം രൂക്ഷമായിരിക്കുന്നു. ഇത് രണ്ടും കൂടി ആയതോടുകൂടി തന്നെയാണ് ഈ കാഴ്ചപരിധിയൊക്കെ തന്നെ വലിയ പ്രശ്നമായി നിൽക്കുന്നത്.
ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ ഉൾപ്പെടെ 50 മീറ്റർ മാത്രമാണ് ദൂരക്കാഴ്ച ഇപ്പോഴുള്ളത്. മറ്റ് സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയാണ്. ഡൽഹി ഉത്തർപ്രദേശ് അതിർത്തിയിലാണ് ഇത് 0-ലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ചിലയിടങ്ങളിൽ 10 മാത്രമാണുള്ളത്. അതായത് വലിയ തരത്തിൽ വാഹനങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ 400-ന് മുകളിലാണ് ഇപ്പോഴും വായു മലിനീകരണ തോത് നിലനിൽക്കുന്നത്. ഇന്നിപ്പോ രാവിലെ വന്ന കണക്കനുസരിച്ച് മുംബൈയിൽ 117 എന്ന നിലയിൽ വായു മലിനീകരണ തോത് നിൽക്കുമ്പോഴാണ് ITO ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകളിൽ ഡൽഹിയിൽ 400-ന് മുകളിലേക്ക് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ സൂചിപ്പിച്ച പോലെ തന്നെ 2 പ്രതിസന്ധികൾ നിലവിലെ സാഹചര്യത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കടക്കം ഇപ്പോൾ വിമാന സർവീസുകൾ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. യാത്രക്കാർ സഹകരിക്കണം എന്നുള്ളതാണ് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ട്രെയിൻ സർവീസുകളെ ഇത് ബാധിക്കുന്നുണ്ട്. ട്രെയിൻ സർവീസുകൾ സാധാരണഗതിയിൽ ഈ ശൈത്യകാലത്ത് കുറെ കൂടി ചില ക്രമീകരണങ്ങൾ വരുത്താറുണ്ട്. ആ ക്രമീകരണങ്ങൾ വരുത്തിയിട്ട് പോലും സർവീസുകൾ കൃത്യമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഏതായാലും ഈ പുകമഞ്ഞ് കുറെ കൂടി രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പുറമെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയാണ് സാഹചര്യങ്ങൾ ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത്. ഏതായാലും ഡൽഹി, ഉത്തർപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളാണ് കുറെ കൂടി സാരമായി ഇപ്പോൾ ഈ മൂടൽമഞ്ഞും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ ബാധിച്ചിട്ടുള്ളത്. ഏതായാലും നേരത്തെ തന്നെ ചില നിയന്ത്രണങ്ങൾ ഡൽഹി സർക്കാർ അടക്കം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിപ്പോൾ ഈ പുകമഞ്ഞിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു അലർട്ടാണ്. വായു മലിനീകരണം നേരത്തെ കുറഞ്ഞതുകൊണ്ട് തന്നെ ഇളവുകളൊക്കെ വരുത്തിയിരുന്നു. ഇനിയിപ്പോൾ ഒരുപക്ഷെ ഇന്ന് രാവിലെ യോഗം ചേർന്ന് വീണ്ടും കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. മായ പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഡൽഹിയിൽ പുകമഞ്ഞ് രൂക്ഷമായിരിക്കുകയാണ്. ഇതേ തുടർന്ന് രാജ്യ തലസ്ഥാനത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. പ്രശസ്ത സംഗീത സംവിധായകൻ കൈതപ്രം വിശ്വനാഥന്റെ ഓർമ്മ ദിനത്തിൽ സ്മരണാഞ്ജലി അർപ്പിച്ച ഒരു ഗാനം. അദ്ദേഹത്തിന്റെ സഹോദരൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച് സംഗീതജ്ഞൻ ശരത്ത് ആലപിച്ച ഗാനമാണ്. കൈതപ്രം വിശ്വനാഥന്റെ ശിഷ്യനായ മഞ്ജിത് സുമനാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. വിശ്വനെന്നാണവന്നു നാമമെന്നാലും ഗ്രാമീണനെ പോലവൻ നാട്ടുകാരൻ. സംഗീതരംഗത്ത് തൊട്ടതിൽ ഇന്ത്യ ശ്രീലങ്ക T20 പരമ്പരയിലെ 4ാം മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് വൻ വിജയം. T20യിലെ ഇന്ത്യയുടെ റെക്കോർഡ് സ്കോറായ 221 റൺസാണ് കാര്യവട്ടത്ത് പിറന്നത്. ഇതോടൊപ്പം പുതിയ റെക്കോർഡുകൾക്കും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 10,000 റൺസ് നേടുന്ന 4ാമത്തെ വനിതയായി സ്മൃതി മന്ദാന. തുടർച്ചയായ 3ാം അർദ്ധ സെഞ്ചുറിയുമായി ഷെഫാലി വർമ്മയും തിളങ്ങി. ബാറ്റർമാരുടെ വെടിക്കെട്ട് പ്രകടനത്തിൽ ശ്രീലങ്കയ്ക്കെതിരായ 4ാം T20 മത്സരത്തിൽ ഇന്ത്യക്ക് വൻ വിജയം. കാര്യവട്ടം സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 221 റൺസ് എടുത്തു. വനിതാ T20യിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറാണിത്. 2024 വെസ്റ്റ് ഇൻഡീസിനെതിരെ എടുത്ത 217 റൺസിന്റെ റെക്കോർഡാണ് മറികടന്നത്. 1ാം വിക്കറ്റിൽ സ്മൃതിയും ഷെഫാലിയും ചേർന്ന് 162 റൺസിന്റെ റെക്കോർഡ് കൂട്ടുകെട്ടും സൃഷ്ടിച്ചു. ഇന്ത്യൻ വനിതാ T20 മത്സരത്തിലെ റെക്കോർഡ് കൂട്ടുകെട്ടാണിത്. പരമ്പരയിൽ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ തുടക്കം മുതലേ ശ്രീലങ്കൻ ബൌളർമാർക്ക് തലവേദനയായി മാറി. പരമ്പരയിൽ ഇതുവരെ കാര്യമായ പ്രകടനം നടത്താതിരുന്ന സ്മൃതി മന്ദാന പവർ പ്ലേയുടെ ആദ്യ പകുതിയിൽ വൻ പ്രകടനം പുറത്തെടുത്തു. പിന്നീട് ശ്രീലങ്കൻ ആക്രമണം ഷെഫാലി ഏറ്റെടുത്തു. ഇതിനിടെ രാജ്യാന്തര ക്രിക്കറ്റിൽ 10,000 റൺസ് എന്ന നാഴികക്കല്ലും സ്മൃതി പിന്നിട്ടു. 280 ഇന്നിംഗ്സുകളിൽ നിന്നാണ് സ്മൃതിയുടെ നേട്ടം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 10,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ലോക വനിതാ ക്രിക്കറ്ററും 2ാമത്തെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്ററുമായി. 291 ഇന്നിംഗ്സുകളിൽ നിന്ന് 10,000 റൺസ് തികച്ച മിതാലി രാജിന്റെ റെക്കോർഡും സ്മൃതി തകർത്തു. ഏറ്റവും കൂടുതൽ 6 എന്ന റെക്കോർഡും മന്ദാന സ്വന്തം പേരിൽ കുറിച്ചു. 78 സിക്സ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ഹമീന്ദർ കൗറിനെയാണ് മന്ദാന പിന്നിലാക്കിയത്. ഇന്ത്യൻ ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ പിറക്കുന്ന 2ാമത്തെ മത്സരമാണ് തിരുവനന്തപുരത്ത് നടന്നത്. മറുഭാഗത്ത് ശ്രീലങ്ക പൊരുതിയെങ്കിലും 190 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഒടുവിൽ കാര്യവട്ടത്തിന്റെ മണ്ണിൽ പുതുചരിത്രങ്ങൾ കുറിച്ച് പരമ്പരയിലെ 4ാം ജയം ഇന്ത്യക്ക് സ്വന്തം. 30-ന് പരമ്പരയിലെ അവസാന മത്സരവും കാര്യവട്ടത്ത് നടക്കും. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ. നമസ്കാരം.